ഇറാൻ അമേരിക്ക സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ. യുദ്ധത്തിന്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത് അമേരിക്കയല്ലെന്നും മറിച്ച് തങ്ങളാണെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. മേഖലയുടെ ഭാവി ഇപ്പോൾ ഇറാൻ സേനയുടെ കൈകളിലാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. മിയാമിയിലെ ഗോൾഫ് ക്ലബിൽ റിപ്പബ്ലിക് നിയമസഭാംഗങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് ട്രംപ് യുദ്ധത്തെക്കുറിച്ച് പരാമർശിച്ചത്. ചില തിന്മകളെ ഇല്ലാതാക്കാൻ പശ്ചിമേഷ്യയിലേക്ക് ഞങ്ങൾ നൽകിയ ഒരു ചെറിയ യാത്രയാണിത്. ഇത് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അവസാനിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്നായിരുന്നു ട്രംപിന്റെ വാദം. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ വിതരണം തടയാൻ ഇറാൻ ശ്രമിച്ചാൽ ഇതുവരെ നേരിട്ടതിനേക്കാൾ 20 മടങ്ങ് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയത്. നിലവിൽ യുദ്ധത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണ, ഗ്യാസ് വിതരണം തടസ്സപ്പെടുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്തിട്ടുണ്ട്. 2022 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിലാണിപ്പോൾ എണ്ണവില എത്തിയിരിക്കുന്നത്. ഖമേനിയുടെ മകൻ മുസ്തഫ ഖമേനി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത് യുദ്ധം നീണ്ടു നിൽക്കുമെന്നതിന്റെ സൂചനയാണ് നിക്ഷേപകർ കാണുന്നത്. അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച യുദ്ധം 10 ദിവസം പിന്നിടുമ്പോഴാണ് ഇറാൻ ഈ നിർണായക തീരുമാനമെടുത്തത്. എന്നാൽ യുദ്ധം ഉടൻ അവസാനിച്ചേക്കുമെന്ന പ്രതീക്ഷയിൽ അമേരിക്കൻ ഓഹരി വിപണിയിൽ നേരിയ മുന്നേറ്റം ദൃശ്യമായിട്ടുമുണ്ട്. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ നേതാക്കളുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനുമായും സംസാരിച്ച ശേഷം സംഘർഷം പരിഹരിക്കാനുള്ള ചില രാഷ്ട്രീയ നയതന്ത്ര നിർദ്ദേശങ്ങൾ പുടിൻ മുന്നോട്ട് വെച്ചതായി ക്രെംലിൻ വക്താവും അറിയിക്കുന്നുണ്ട്. അതേസമയം ഇറാൻ വിഷയത്തിൽ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. യുദ്ധം ഏകദേശം പൂർത്തിയായെന്ന് ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞ ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി യോഗത്തിൽ ഈ പരാമർശം ആവർത്തിച്ചില്ല. പകരം യുദ്ധം തുടരുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ എന്ന് അവസാനിക്കുമെന്നതിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രസ്താവനകളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എണ്ണവില ആഗോളതലത്തിൽ ഉയരുന്നതും ഓഹരി വിപണിയുടെ മൂല്യം കുറയുന്നതും വൈറ്റ് ഹൌസിനെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. യുദ്ധം ഏകദേശം പൂർത്തിയായിരിക്കുന്നുവെന്നാണ് ടെലിവിഷൻ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. എന്നാൽ അതിവേഗത്തിൽ ഇറാന്റെ സൈനിക ശേഷി നശിപ്പിക്കാനായെന്നും മിസൈൽ ലോഞ്ചറുകൾ 90% തകർത്തെന്നുമാണ് പറഞ്ഞത്. തുടർന്ന് ഏതാനും മണിക്കൂറുകൾക്കകം റിപ്പബ്ലിക് പാർട്ടിയിലെ യോഗത്തിൽ ശത്രുവിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നതുവരെ യുദ്ധം തുടരുമെന്നും അതുവരെ അമേരിക്ക പിന്മാറില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞത്. മാത്രമല്ല ഇറാനെതിരായ US-ഇസ്രയേൽ സംഘർഷത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് US സൈനികർ എത്തിയതായ വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തെത്തുന്നുമുണ്ട്. ഇറാനെതിരെയുള്ള സൈനിക നടപടികളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമില്ല എന്ന് അറിയിച്ച് നിരവധി സൈനികരുടെ ഫോൺ കോളുകൾ ലഭിക്കുന്നുണ്ടെന്ന് യുദ്ധത്തോടുള്ള മനസാക്ഷിപരമായ എതിർപ്പുകൾ അറിയിക്കാനുള്ള നോൺ പ്രോഫിറ്റ് സംഘടനയായ സെന്റർ ഓൺ കോൺസൈൻസ് ആൻഡ് വാർ വെളിപ്പെടുത്തി. ഇറാനെതിരായ US-ന്റെ ആക്രമണത്തെ ശക്തമായി എതിർക്കുന്ന ഒരു കൂട്ടം സൈനികർ സേനയിലുണ്ട്. 2003 US-ന്റെ ഇറാഖ് അധിനിവേശത്തോടെയുള്ള സൈനികരുടെ എതിർപ്പുമായി ഇതിനെ താരതമ്യം ചെയ്യാമെന്നും സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വ്യക്തമാക്കി. ഇറാനിൽ ട്രംപ് US സൈന്യത്തെ വിന്യസിക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തെത്തിയതോടെ എതിർപ്പറിയിച്ച് നിരവധി ഫോൺ കോളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും പൊതുജനങ്ങൾക്ക് അറിയാവുന്നതിലും കൂടുതൽ യൂണിറ്റ് സൈനികരെ ഇറാനിലേക്ക് അയക്കാനാണ് US തയ്യാറെടുക്കുന്നതെന്നും സംഘടന എക്സ് പോസ്റ്റിൽ പറഞ്ഞു. ഇറാനിലെ തെക്കൻ മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ US നടത്തിയ വ്യോമാക്രമണമാണ് US സൈനികരുടെ കടുത്ത എതിർപ്പിന് കാരണമായതെന്നും സംഘടന എക്സിക്യൂട്ടീവ് അറിയിച്ചു. ആക്രമണത്തിൽ 165ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടതും അന്താരാഷ്ട്ര ജലാതിർത്തിയിലെ ഇറാനിയൻ ഫ്രിഗേറ്റിന് നേരെയുണ്ടായ ആക്രമണവും സൈനികർക്കിടയിൽ വെറുപ്പുണ്ടാക്കിയെന്നാണ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.